തിരുവനന്തപുരം തമ്പാനൂർ ലോഡ്ജിലെ ഗായത്രി കൊലക്കേസ് പ്രതി പ്രവീൺ ജീവപര്യന്തം 2022 മാർച്ച് 5 ഈ സംഭവം ഉണ്ടായത്. തമ്പാനൂരിലെ ലോഡ്ജ് മുറിയിൽ പതിവായി മുറിയെടുക്കും ഈ ഡ്രൈവറായി ജോലി ചെയ്യുന്ന പ്രവീൺ എന്ന വ്യക്തി. അയാൾക്ക് ഒരു 2 കുട്ടികളും ഭാര്യയുള്ളവനാണ്. നഗരപ്രദേശത്തെ അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് അയാളൊരു ജൂവലറി ഡ്രൈവറാണ്. അങ്ങനെ അയാൾ ഗായത്രിയെ ഇയാൾ പരിചയപ്പെട്ടു. അവളുടെ അടുത്ത് പറഞ്ഞു, ഇഷ്ടം തോന്നി, താൻ അവിവാഹിതനാണെന്ന് ഞാൻ കല്യാണം കഴിക്കാം. ഇയാൾക്ക് ഒരു ജൂവലറി ഷോപ്പിൽ ഡ്രൈവർ ജോലിയുണ്ട്, വരുമാനമുണ്ട്. അവക്കും ഒരു സ്ഥലത്ത് അവൾ ഒരു കടയിൽ നിൽക്കുകയാണ്, അവിടെ ജോലിയുണ്ട്. ഏതായാലും കട്ടക്കടക്കാരിയായ ഈ പെൺകുട്ടി ഇയാളിൽ വലിയ പ്രതീക്ഷ പുലർത്തി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അയാൾ കഴിക്കാനും തയ്യാറായി. തിരുവനന്തപുരം കോസ്റ്റൽ ബെൽറ്റുള്ള ഒരു പള്ളിയിൽ പോയി 2 പേര് വിവാഹം കഴിച്ചു. വിവാഹം രഹസ്യമായിട്ട് വെക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, എന്തിനാണ് രഹസ്യമായിട്ട് വെക്കുന്നത്, നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയല്ലേ. 8 മാസം മുമ്പ് ഇയാൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. 2022 മാർച്ച് മുമ്പ് 8 മാസം മുമ്പ് ആ കുട്ടിയെ വിശ്വസിപ്പിച്ചു താൻ അവിവാഹിതനാണ്. പിന്നീട് പ്രശ്നങ്ങൾ ഗുരുതരമായി. ഈ പെൺകുട്ടിയും പ്രവീണും തമ്മിൽ വിവാഹം കഴിച്ച ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടി ഇട്ടു. അത് കണ്ടതോടുകൂടി ആ കാട്ടാക്കടയിലുള്ള പെൺകുട്ടിയുടെ ഗായത്രിയുടെ മാതാപിതാക്കള്, അവള് ദിവസം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് വീട്ടിൽ വരുന്ന കുട്ടിയാണ്, അവളെ കുറച്ച് ദിവസമായിട്ട് മിസ്സിങ്. അവർ പരാതി കൊടുത്തു, മകളെ കാണാതെ പോയി. സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിൽ വിവാഹം കഴിച്ച ഫോട്ടോ വന്നപ്പോൾ അത് പ്രവീണിൻ്റെ ഭാര്യ കണ്ടു. അവർ ഒരു പരാതി കൊടുത്തു. ഇതിന് തൊട്ട് മുമ്പ് അവർ ജുവലറി ഉടമയെ ബന്ധപ്പെട്ടു. തൻ്റെ ഭർത്താവാണ്, 2 കുട്ടികളുടെ പിതാവാണ്, കൊല്ലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പ്രവീണ് അയാള് ഗായത്രി എന്നൊരു പെൺകുട്ടിയായിട്ട് ബന്ധം വരുന്നു, അത് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കും. ഏതായാലും ബുദ്ധിപൂർവം ആ ജുവലറി ഉടമ അവരുടെ തമിഴ്നാട്ടിലെ ഒരു ജുവലറി സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. താൻ അവിടെ ജോലി ചെയ്താൽ മതി, ഇവിടെ ഈ പെണ്ണുങ്ങളോടൊപ്പം താൻ നടക്കണ്ട. അയാൾക്ക് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് ജുവലറി ഉടമയ്ക്ക് മനസ്സിലായതുകൊണ്ട് വളരെ വിദഗ്ധമായി അവർ ഇയാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം തുടർന്ന് രഹസ്യമായിട്ട് തമ്പാനൂരിലെ ലോഡ്ജിൽ പലപ്പോഴും മുറിയെടുക്കും. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ താൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അപ്പോൾ അവള് ബന്ധം ഡൈവോഴ്സ് ചെയ്യണമെന്ന് മുറുകെ പിടിച്ചു. ഡൈവോഴ്സ് ചെയ്യാം എന്ന് പ്രവീൺ സമ്മതിക്കുകയും ചെയ്തു. ഗായത്രി അതൊരു ശല്യമായി കണക്കാക്കി. അപ്പോൾ അയാൾക്ക് ഇവളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം. തനിക്കിപ്പോൾ ഒരു ട്രാൻസ്ഫർ വന്നു, പിടിവിട്ടുപോയി, തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫറുമായി. അയാൾക്ക് ഈ ബന്ധം തുടരാനാണ് താല്പര്യം. അതേസമയത്ത് ഭാര്യയും മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവരും ഒരു പരാതി കൊടുത്ത് ഇയാളെ കാണാനില്ല എന്ന്. എന്തായാലും ഈ അവിഹിത ബന്ധം പ്രശ്നമായി ഗുരുതരമായി തന്നെയും തൻ്റെ കുടുംബത്തെയും തകർക്കും. തനിക്ക് തിരുവനന്തപുരത്തിന് നിൽക്കാൻ പറ്റില്ല, എല്ലാം പ്രശ്നമായി. ഇവളെ ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചു. തമ്പാനൂര് ലോഡ്ജ് മുറിയെടുത്തു. അയാൾ അവളുടെ അടുത്ത് തർക്കിച്ചു. തനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, താൻ ഈ ബന്ധവും തുടരാം, എനിക്കതിന് തടസ്സമില്ല, പക്ഷെ അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല, സാധിക്കില്ല, നിയമപ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളുണ്ടാവും. നിരന്തരം ഇവർ തമ്മിൽ ഇതേപ്പറ്റി വഴക്കായി. തമ്പാനൂർ ലോഡ്ജിൽ അവസാനം 2022 മാർച്ച് 5 2 പേരും മുറിയെടുത്തു. അവിടെ വാക്കുതർക്കം ഉണ്ടായി. ലോഡ്ജിലുള്ള പയ്യന്മാർ അത് കേട്ടു. മുറിയിൽ വലിയ ഒച്ചയും ബഹളവുമായി. അതിനുശേഷം ഒന്ന് ശാന്തമായി. അപ്പോൾ ഇയാള് ആ ലോഡ്ജിലെ മുറി പൂട്ടി പുറത്തേക്ക് പോകുന്ന കണ്ടു. ജീവനക്കാർക്ക് സംശയമായി.
അവരുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. മുറി പൂട്ടി ഇയാൾ പൊക്കളഞ്ഞു. അകത്ത് അവർ മുട്ടി വിളിച്ചിട്ട് അകത്തുനിന്ന് ആരെങ്കിലും ശബ്ദിക്കണം, അല്ലെങ്കിൽ വാതിൽ വന്ന് മുട്ടണം, ഒന്നും ഉണ്ടായില്ല. അവർ ഭയപ്പെട്ടു. ഏതായാലും പോലീസിനെ അറിയിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പം ആ പെൺകുട്ടി കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. ഏതായാലും പോലീസ് വന്ന് കേസെടുത്തു, പോസ്റ്റ്മോർട്ടം ചെയ്തു. കഴുത്ത് ഷാൾ ഉപയോഗിച്ചിട്ട് കഴുത്ത് ഞെരിച്ചു, കഴുത്ത് മുറുക്കി കൊന്നു. കൂടാതെ കൈകൾ കൊണ്ട് അയാൾ കഴുത്തിൽ ചുറ്റും പ്രഷർ കൊടുത്ത് കൊല്ലാനോടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബ്രൂട്ടൽ മർഡർ തന്നെയാണ് ചെയ്തത്, അതിക്രൂരമായ ഒരു കൊലപാതകം. അയാളെ ഏതായാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഈ പെൺകുട്ടിയെ കൊല്ലുന്ന കണ്ട് ആരുമില്ല. ഗായത്രി എന്ന 25-26 വയസ്സുകാരി, അവള് ലോഡ്ജിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. അതിന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വന്നു. ലോഡ്ജിന്റെ ആ മുറിയിൽ നിന്ന് പ്രതി പ്രവീണിന്റെ ഫിംഗർ പ്രിന്റുകളെല്ലാം ലിഫ്റ്റ് ചെയ്തു പോലീസ്. അതുപോലെ ഫോൺ രണ്ടുപേരുടെ ലൊക്കേഷൻ ലോഡ്ജിന്റെ അവിടെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നതും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എവിഡൻഷ്യറി വാല്യൂ ആയിട്ട് വന്നു. കൊന്നത് ഇയാൾ തന്നെ, സാഹചര്യ തെളിവ് അത് തന്നെ. തിരുവനന്തപുരം 5ാം സെഷൻസ് കോടതിയിൽ അഡീഷണൽ ജില്ലാ കോടതിയിലായിരുന്നു ഇതിൻ്റെ ട്രയൽ നടന്നത്. 2022 മാർച്ച് 5 നടന്ന സംഭവം. പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്ത് ട്രയൽ തുടങ്ങി. ഏകദേശം 2.5 വർഷത്തിന് ശേഷം ഇപ്പം വിധിയായി. അഡീഷണൽ ജില്ലാ ജഡ്ജി സിജു ഷെയ്ഖ് എന്ന ജഡ്ജ് സാഹചര്യ തെളിവുകൾ വിലയിരുത്തി ഇയാൾക്ക് ജീവപര്യന്തം തടവ്, കഠിനമായ റിഗ്രസ് ഇംപ്രസ്മെന്റ്, ജീവപര്യന്തം തടവിൽ വിധിച്ചു. കൂടാതെ 1 ലക്ഷം രൂപ പിഴയും കൊടുത്തു. ഈ ഒരു സംഭവം മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരും ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള കുടുംബമായിട്ട് താമസിക്കുന്നവരും ജീവിക്കുന്നവരും ഭാര്യയും വീട്ടുകാരും അറിയാതെ പല രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോയി അതൊരു കൊലപാതകത്തിൽ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭാര്യയും മക്കളും അനാഥരായി ഇയാൾക്ക് ജീവപര്യന്തം തടവ് 20 വർഷമെങ്കിലും മിനിമം അകത്ത് കിടക്കണം. അതോടൊപ്പം തന്നെ അയാൾ ഒരു സ്ത്രീയെ കൊല്ലുകയും ചെയ്തു. ഗായത്രി എന്ന പെൺകുട്ടി കാട്ടാക്കട വീരണങ്കാവ് അരുവിക്കുഴി മുരിക്കത്തറതല വീട്ടിലെ പെൺകുട്ടിയാണ് ഗായത്രി. അവിവാഹിതയാണ്, 25-26 വയസ്സേ ഉള്ളൂ. എന്തായാലും കഴുത്തിലെ ഷോൾ മുറുക്കിയത് കൂടാതെ അയാള് കൈകൊണ്ട് ആ കഴുത്തിൽ അമർത്തി ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു. അങ്ങനെയുള്ള തെളിവുകളും ആ കേസിനകത്ത് വന്നു. കൊല്ലം പരവൂരിലെ കോട്ടപ്പുറം സ്വദേശിയാണ് പ്രവീൺ. അയാള് തിരുവനന്തപുരത്ത് ജുവലറിയിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തപ്പം ഈ പെൺകുട്ടിയെ പരിചയപ്പെടുകയും അതൊരു അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ആ പെൺകുട്ടിയായിട്ട് അതിന് കല്യാണം കഴിക്കാവുന്ന പ്രോമിസ് കൊടുക്കുകയും തനിക്ക് അവിവാഹിതനാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. 30 വയസ്സുള്ള ഇയാള് അവരെ ചതിച്ചു. അതിനുള്ള ഇയാളുടെ ഭാര്യയും കുട്ടികളെയും ചതിച്ചു. അയാൾക്ക് ജീവപര്യന്തം തടവ് കോടതി വിധിക്കുകയും ചെയ്തു. ഏതായാലും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഇറങ്ങി വരാമെന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് വിവാഹിതനായി കുട്ടികളും ഉള്ളവർ പലരും അവരുടെ കുടുംബജീവിതത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച് മറ്റ് അവിഹിത ബന്ധത്തിലേക്ക് ചാടി അതൊരു മർഡർ കേസിലേക്കും അവരുടെ കുടുംബവും 2 കുടുംബവും നശിച്ച് നാരായണക്കല്ലാകുന്നതാണ് നമുക്ക് കാണാൻ കാണുന്ന കാഴ്ച. ഏതായാലും ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറണം. കാരണം കൂടുതൽ ഇതുപോലെയുള്ള ബന്ധത്തിൽ ചാടിക്കഴിയുമ്പം ഇതുപോലെ ധാരാളം മർഡർ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മനസ്വസ്ഥത നശിക്കും. ഇങ്ങനെയുള്ള ബന്ധം തുടർന്ന് കഴിയുമ്പം ഒരു മനസ്സമാധാനം ഉണ്ടല്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ജോലി ചെയ്ത് ജീവിക്കാനും കഴിയാതെ വരും. ഇവരുമായിട്ടുള്ള അവിഹിത ബന്ധം തമ്മിൽ വഴക്കും ബഹളമായി തൻ്റെ വീട്ടിലും അവരുടെ വീട്ടിലും സ്വസ്ഥതയില്ലാതെ വരുന്ന കാഴ്ച നമുക്ക് കാണാം. എന്തായാലും കോടതി സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ റിഗ്രസ് ഇംപ്രസ്മെന്റ് ശിക്ഷിച്ചു. കോടതിയും അത് പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ എല്ലാവരും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് കഠിന ശിക്ഷ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. ഏതായാലും അത് കോടതി നടപ്പാക്കി. കോടതിയുടെ വിധിയിൽ അത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് തന്നെ. എങ്കിലും ഇയാളുടെ ഭാര്യയും പ്രവീണിന്റെ ഭാര്യയും 2 കുട്ടികളും അനാഥരായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.